എൻ്റെ തലേ വീടുന്നത് ഞാൻ ചത്തുപോയത്. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഈ വീട് നാട്ടുകാർ പൈസ കൊടുത്തു. കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാൻ തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീട് ഉണ്ടാക്കാൻ വേണ്ടി താമസിച്ചു. അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ദയവേത് നിങ്ങൾ അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പം ഈ രണ്ട് സാധനവും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു, ഫിറോസിനെ വിളിച്ചു, എടുത്തില്ല. എഞ്ചിനീയറെ വിളിച്ചു, മനോജ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു, എടുത്തു. ഞാൻ പറഞ്ഞ് സാറേ, പിന്നെ ഈ ഫാൻ ഇതുപോലെ വീണ് എൻ്റെ ദേഹത്തോട്ടം വീണ്, ഇവിടെ കുഞ്ഞുങ്ങളാരാണെങ്കിൽ അവരുടെ തല പോയനെ, പിന്നെ എന്തായാലും ആയിക്കോട്ടെ, ഈ വാഷ് ബേസിൻ വീണു, അതും ഇതുപോലെ നശിക്കുക. അങ്ങനെ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതായിട്ട് ഇങ്ങനെ പോകുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിവിടെ വരണം. 5-ാം തീയതി സുധിയുടെ 2ാമത്തെ ആണ്ട് പ്രാർത്ഥനയാണ്. ഒത്തിരി ചിലപ്പോൾ ചാനലുകാർ യൂട്യൂബേഴ്സൊക്കെ വരും. അവർ വന്ന് ഇതെങ്ങനെ കാണുക വെച്ച് ആയിക്കഴിഞ്ഞാൽ അത് വളരെ നിങ്ങൾക്ക് മോശമാക്കും. ഞങ്ങളായിട്ട് കേൾത്തത്തില്ല, നിങ്ങൾക്ക് മോശമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം ഇവിടെ ഞാൻ ആളെ വിടാമെന്ന് പറഞ്ഞു. ഒരാൾ ഇവിടെ വന്നു, 2.5 ഇഞ്ചിൻ്റെ ആണി ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇതും അഴിച്ചു കളഞ്ഞിട്ട് അയാൾ തന്നെ പറയും എന്നാ പണിയായി ഇവന്മാർ കാണിച്ചത്. കാരണം ഇത് ചുണ്ണാമ്പ് പോലത്തെ സാധനത്തിൽ 1.5 ഇഞ്ച് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. എൻ്റെ തലേ വീണ്ടുന്നത് ഞാൻ ചത്തുപോയത്. എന്നിട്ട് പോലും ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്ത് ഈ ഫിറോസിനെ ഈ ഗ്രൂപ്പിനെ ഉയർത്താനായിട്ട് ഞാൻ ഒരുമ്പെട്ടോ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതിൻ്റെ കാരണമല്ല, എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. ഇത് ദാനം തന്നതാണ് കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ കുറേ ഒതുങ്ങി ഒക്കെ ഇരിക്കണം. ഇത്രയും ആക്ഷേപം ഉണ്ടായിട്ട് ഞാൻ മിണ്ടിയില്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇയാൾ തന്നെ നേരിട്ട് ഞാൻ സുധിയുടെ പിന്നെ അപ്പനും അമ്മയും ഇവിടെ താമസിക്കാമെന്ന് ഓർത്തെന്ന് ഇയാൾ. അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് ഈ വീട് നാട്ടുകാർ പൈസ കൊടുത്തു. അങ്ങനെ ഓർത്താണ് ഇതെല്ലാം സ്പോൺസർ എന്ന് പുള്ളി പറഞ്ഞത്. എല്ലാം സ്പോൺസറാ. ഈ ഡോറ് കിങ്സ് എന്ന് പറഞ്ഞ അതുണ്ടാക്കിയ അവരുടെ സ്പോൺസർ. ഓരോ സാധനവും സ്പോൺസറിങ്. ഈ 5 ഫാൻ അവസാനം എന്നോട് പറഞ്ഞു. അതും പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതല്ല, ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടതാണ്. 2-3 പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ പുള്ളി ചാനൽ വഴി സംസാരിച്ചതാണ്. ഞാൻ ഒരു കള്ളമല്ല, എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. കള്ളം പറഞ്ഞിട്ട് എനിക്ക് 64 വയസ്സ്. ഈ കള്ളം പറഞ്ഞിട്ട് ഇനി ഒന്നും നേടാനില്ല. ഇത്ര ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പറയാം. എന്നിട്ട് പോലും ഞാൻ ഈ ലോകരെ അറിയിക്കാതെ എന്താ പറയേണ്ട പൊതിഞ്ഞു വെച്ചുകൊണ്ട് ഇരുന്ന എന്നെ ഇപ്പം പിന്നെ അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ താമസിച്ചോ? തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീട് ഉണ്ടാക്കാൻ വേണ്ടി താമസിച്ചു. അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇത്രയും ആക്ഷേപിക്കുന്ന മനുഷ്യരും എല്ലാവരും ഈ മലയാളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ പൈസ മുടക്കിയ ഇത് പണിതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്പോൺസറും എല്ലാവരും പൈസ പിരിച്ചെന്ന് ഈ ഉണ്ടാക്കിയ ആൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഇത് കാണണം. ഞാനതിന് വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാം. തേപ്പ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭിത്തി ഇങ്ങനെ പല്ലിളിച്ച പോലെ ആയിരിക്കാം മുഴുവൻ. അകം മാത്രമേ കുഴപ്പമുള്ളൂ. ഫ്രണ്ട് പിന്നെ ചോരുന്നെന്ന് പറഞ്ഞത് രേണു പറഞ്ഞത് ശരിയാണ്. കോൺക്രീറ്റിൻ്റെ ഭാഗത്തൊന്നും ചോരുന്നില്ല. അത് അവർക്ക് അറിയത്തില്ല, അവിടെ കാണാത്തുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ നിങ്ങളെ ഞാൻ നാളെ കാണും. ഈ സിറ്റ് ഔട്ടിൻ്റെ ബീമിൻ്റെ അടിഭാഗം വട്ടത്തിന് ഇത്രയും പെട്ടെന്ന് അവിടെ ലീക്കുണ്ട് അവിടെ. ഞാൻ എന്നിട്ട് ഇന്ന് വരെ ഞാൻ മിണ്ടിയില്ല. എന്താ എനിക്ക് ഇതൊന്ന് തരട്ടെ, നിങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒന്ന് തരണം. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പേരും അഡ്രസ്സും ഇവിടെ വേണ്ടേ? ഇവനൊരു കാർഡ് വേണ്ട. ഇവന് 5 വയസ്സുള്ളൂ. എല്ലാ ലോകരും ഈ ഫിറോസും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. രേണുവിനെ പറഞ്ഞു, ഞങ്ങളെ പറഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആരവനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? അത് ഇവരൊന്നും പറയും, ഇവരാരും കൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല നിങ്ങൾ സംരക്ഷിക്കാൻ. അവൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ അവനെ നോക്കി ഇവിടെ ഇപ്പം താമസിക്കുന്നു. ഞങ്ങൾക്ക് നാളെ വേണമെങ്കിലും ഞങ്ങളങ്ങ് മാറും. അതിന് ഞങ്ങൾക്ക് ഒരു മടിയൊന്നുമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം. ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. അയാളിന് എത്ര വലിയ സമ്പന്നനായിക്കോട്ടെ, അല്ല വലിയ കോൺട്രാക്ടർ ആയിട്ട്, ഇതാണോ പുള്ളി ചെയ്യേണ്ട കാര്യം? ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പുറമെ ഞാൻ എടുത്ത് കാണിക്കാം. അന്നേരം അതിൻ്റെ ദണ്ണം വരുള്ളൂ. തട്ടി വല്ലിളിച്ചു പോലെ മുഴുവൻ മേളിന്ന് താഴോട്ട് അടർന്ന് വീണോണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഭിത്തി ഇങ്ങനെ അകത്ത് പെയിൻറ്റും എല്ലാം കാണും, പുറത്ത് കറുത്തിരിക്കും മുഴുവൻ. അതിൻ്റെ ആ സിമെൻറ്റും കൂടെ, കട്ടയുടെ സിമെൻറ്റും കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞ് പോകും. അങ്ങനെ വീടിൻ്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പം ദയവേത് നിങ്ങൾ അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാനും, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ.
കിച്ചു അവന് 21 വയസ്സായി. 21 ശ്രുതി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവനിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. ആരും ഈ ഋതപ്പനെ പറയുന്നില്ല. അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരാരും വാ.